ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിലേക്ക് പോകാം കേട്ടോ. ഇന്ന് വിശേഷം എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ. പക്ഷേ എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. 2-3 ദിവസം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സുഖമില്ലായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ അതിന് ശേഷം ഇപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. വ്ളോഗ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. അതാണ് 2 ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. 2-3 ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇടാനുള്ള വീഡിയോസ് ആദ്യത്തത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും തോന്നുന്നില്ല. എനിക്ക് വീഡിയോ ഇടണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടണം എന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എങ്കിൽ കൂടി ഞാൻ വീഡിയോ ഇടുന്നത് നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് അപ്പൂസിൻ്റെ അംഗനവാടിയിൽ നിന്ന് ടൂർ പോകുന്ന ദിവസമായിരുന്നു. അപ്പൂസിനെയും കൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും അമ്മമാർക്കും പോവാം കേട്ടോ. അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടുവള്ളി ഹിൽ പാർക്കിലേക്കാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേര് പെൻഡിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ടീച്ചറെ കോണ്ടാക്ട് ചെയ്തു, പറഞ്ഞു വരാൻ പറ്റില്ല, അപ്പൂസിന് സുഖമായിട്ടില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടോ. പിന്നെ അതേ ഇന്ന് അവനിങ്ങനെ ജലദോഷത്തിൻ്റെത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അവർ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇന്ന് മനുവിന് സ്കൂളില്ല. അപ്പോൾ അപ്പൂസാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവന് ടൂർ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു അവന് കേട്ടോ. ടൂറ് പോവണം, അപ്പൂസ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവൻ അംഗനവാടിയിൽ പോയിട്ട് 2 ആഴ്ചയായിട്ടോ. പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവർ അപ്പൂസിനെയും മനുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ അവർ പോയതാണ്. ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പോയതാണ് കേട്ടോ. പിന്നെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നത്തെ വിശേഷങ്ങളല്ല, രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസ് ശരിക്കും ചപ്പാത്തി കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ അവൻ്റെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടായിരുന്നേ, കറണ്ടിലൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. റോഡിലൂടെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ബൈക്കാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാറ്ററിക്കാണ് കംപ്ലൈൻറ്റ് എന്ന് വിചാരിച്ചിട്ട് ബാറ്ററിയൊക്കെ മാറ്റി കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ അത് വർക്കായിട്ടില്ല. അപ്പോൾ അതും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതും കൊണ്ട് പോയിട്ടുണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അത് ഉപ്പേരിയും പിന്നെ പപ്പടവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മടി കൊണ്ട് ഉണ്ടാക്കാതിരുന്നതാണ് കേട്ടോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തൈരും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തൈരും കൂട്ടി കഴിക്കുകയൊന്നുമില്ല. കറി എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൂസ് തൈര് കഴിക്കില്ല കേട്ടോ. അപ്പൂസ് പുളിയുള്ള ഒരു സാധനങ്ങളും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ മടി പിടിച്ചിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് അരിഞ്ഞ് വെച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. വേഗം പുറത്തേക്കൊക്കെ വെച്ച് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ആ പണികളൊക്കെ എടുത്ത് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല.
എന്തോ പോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ ഞാൻ നീറ്റിട്ട് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നേരത്തെ നീറ്റിട്ടൊന്നുമില്ല, പണികളൊക്കെ വേഗം തീർത്തിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. കരുതി കൂട്ടി പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് നിന്നതാണ്. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ, ചൂടായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ അലക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ളതൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണിക്കൊക്കെ ശേഷം നമുക്ക് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ അല്ലറ ചില്ലറ ഓരോ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കിയിരിക്കലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എടുപിടിന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ചോറൊക്കെ ഉണ്ടപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരവും പച്ചരിയും കൂടെ അരച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ കഴുകി വെച്ചതിന് ശേഷം ആ ജാറെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. വെറുതെ ഒന്നങ്ങോട്ട് കഴുകി പോരല്ല ചെയ്യുക. പിന്നെ നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് അടിച്ച് കളയും കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ക്ലീനായി പോയിക്കോളേ. അങ്ങനെ ഒരു 2 പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം ഞാനത് നാളികേരം അരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പച്ചരിയും കൂടി അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് തേങ്ങാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനില്ല, പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി രാത്രി ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ സന്ധ്യാസമയം ആകുമ്പോഴേക്കും നമ്മൾ അരച്ച് വെക്കാനുള്ളതൊക്കെ റെഡിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് റെഡിയാക്കി വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി കറിയും കൂടി ഉണ്ടാക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കണ്ട് ഇത്ര നേരം സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത്ര നേരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. ഇത്രയും നേരം നിങ്ങൾ എന്നെ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ, സീ യു.